വെൽക്കം ബാക്ക് ഗൈസ്. ഇന്ന് നമ്മളൊരു അടിപൊളി ബോട്ടിൽ ആർട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളുടെ ചാനലിലൂടെ നമ്മൾ ക്രിയേറ്റീവായിട്ടുള്ള കുറച്ച് അത്ര ഭയങ്കര ക്രിയേറ്റീവൊന്നുമല്ല, എന്നാലും നമുക്ക് നമ്മളെപ്പോലത്തെ സാധാരണ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന അധികം ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളല്ല, അധികം എന്താ പറയുക ബിൽഡപ്പുള്ള കാര്യങ്ങളൊന്നുമല്ല. നമുക്ക് നമ്മളെ വീട്ടിലിരുന്നിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മളൊരു ആർട്ട് ചെയ്യാമെന്നാണ് നോക്കുന്നത്. ഇതിൽ പെയിൻറ്റ് വളരെ കുറവാണ് യൂസ് ചെയ്യുന്നത്, വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഗ്നോറും ചെയ്യാം. അങ്ങനത്തെ ഒരു ബോട്ടിൽ ആർട്ടാണ് ഞാനിപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, സോ അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു ബോട്ടിൽ വേണം, അത് നിങ്ങളുടെ ചോയ്സാണ്. പിന്നെ ഒരു ബ്രഷ് വേണം, പിന്നെ ഒരു മാച്ച് സ്റ്റിക്ക് വേണം, പിന്നെ ലൈറ്റർ ആയാലും കുഴപ്പമൊന്നുമില്ല, പിന്നെ ഒരു ക്യാൻഡിൽ, പിന്നെ പേപ്പറാണ് മെയിനായിട്ട് വേണ്ടത്. അത് നിങ്ങൾക്ക് ഏത് ടൈപ്പ് വേണമെങ്കിലും എടുക്കാം. A4 ഷീറ്റ് എടുക്കാം, അല്ലെങ്കിൽ നോർമൽ ന്യൂസ് പേപ്പർ എടുക്കാം, അല്ലെങ്കിൽ പ്ലെയിൻ നോട്ട്ബുക്കിൽ പേപ്പർ ആവാം. ഞാനിപ്പോൾ നോട്ട്ബുക്കിലെ പേപ്പേഴ്സാണ് എടുത്തിരിക്കുന്നത്. അപ്പം വൈറ്റ് ആയിട്ടുള്ള ലൈൻസ് ഒന്നും ഇല്ലാത്ത ടൈപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനെല്ലാം കട്ട് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അതിനെ കട്ട് ചെയ്തെടുക്കാം. ജസ്റ്റ് കൈവച്ച് കട്ട് ചെയ്യുക, കത്രിക ഒഴിവാക്കുക മാക്സിമം. അതിനുശേഷം നമ്മൾ ആ ക്യാൻഡിൽ ലൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പേപ്പറുകളെല്ലാം സൈഡ് ഒന്നിങ്ങനെ ചൂടാക്കി കൊടുക്കാം. അപ്പം നമുക്ക് ഒന്ന് ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൈ പൊള്ളാതെ നോക്കണം. കാരണം വെച്ചാൽ ഇത് പെട്ടെന്ന് പേപ്പറായതുകൊണ്ട് പെട്ടെന്ന് കത്തി അങ്ങനെ പോവും. അപ്പം അതുകൊണ്ട് നമ്മൾ സൈഡിൽ കുട്ടികളും ഒന്നും ഇല്ലാത്ത സമയം നോക്കി തന്നെ ഇത് ചെയ്യണം. പിന്നെ ഇച്ചിരി പേപ്പർ കരിഞ്ഞു പോയാൽ കുഴപ്പമില്ല, അതിന് ഭംഗി കൂടുക ചെയ്യുക. അപ്പം അത് മേടിച്ച് ആരും വിഷമിക്കേണ്ട. സൈഡിൽ ജസ്റ്റ് ഒന്ന് തീ കൊടുക്കുക, അപ്പം തന്നെ ഊതിക്കെടുത്തുക. ആ രീതിയിൽ എല്ലാ ബോർഡേഴ്സും നമുക്ക് ചെയ്തെടുക്കാം. എളുപ്പമാണ്. കുറച്ച് ടൈം ഇതിന് മാത്രം ഒന്ന് ആവശ്യമുണ്ട്. അതായത് ഒരു 15 മിനിറ്റോളം നമുക്ക് ഇതിന് വേണ്ടി വരും, കംപ്ലീറ്റ് പേപ്പേഴ്സും ഒന്ന് ഇതേപോലെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇത്തിരി കരിഞ്ഞു പോയാൽ അതിൻ്റെ എഫക്റ്റ് കൂടുകയുള്ളൂ. അതുകൊണ്ട് ആരും പേടിക്കേണ്ട, കരിഞ്ഞ പേപ്പേഴ്സൊന്നും കളയാൻ നിൽക്കരുത്. ബോർഡേഴ്സൊക്കെ ഇച്ചിരി കരിഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ടാവും. അതിനുശേഷം നമ്മൾ മോഡ് പോഡ്ജ്, അത് നമ്മൾ ഫെവിക്കോളും ഇച്ചിരി വെള്ളവും കൂടി മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള റേഷ്യോയിൽ മിക്സ് ചെയ്തോളൂ, ഒരു കുഴപ്പവും ഇല്ല. അതിൽ ഇത്ര വലിയ ബിൽഡപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുക ബോട്ടിലിൻ്റെ മേലെ. ബോട്ടിലിൻ്റെ പ്രത്യേകിച്ച് ഞാൻ പെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും ആദ്യം അടിച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം നമുക്ക് ആ പെയിൻറ്റ് മാക്സിമം കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഈ ഒരു ബോട്ടിൽ ആർട്ടുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ പെയിൻ്റൊന്നും ചെയ്യാത്ത ബോട്ടിൽ എടുക്കുക, എന്നിട്ട് അതിൻ്റെ മേലെ ഫെവിക്കോൾ തേച്ച് കൊടുക്കുക. ഫെവിക്കോളല്ല, അതിൽ ഇച്ചിരി വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു രീതിയിലുള്ള കൺസിസ്റ്റൻസിയിൽ നമ്മൾ അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് അപ്ലൈ ചെയ്യുക, എന്നിട്ട് ഇത് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പുറത്തും ഒരു കോട്ട് അടിക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ എല്ലാം കഴിയുമ്പം മൊത്തത്തിലായിട്ട് ഒന്ന് അടിച്ചു കൊടുത്താലും മതി. ഓക്കെ, സോ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മളുടെ ഒട്ടിക്കൽ പരിപാടി കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനൊന്നും കുറച്ച് ഉണങ്ങാൻ വെക്കുക. അപ്പം രാത്രി വെക്കുകയാണെങ്കിൽ രാവിലെ ആകുമ്പോൾ നമുക്ക് പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ പെയിൻറ്റിങ് അല്ല, അപ്പം നമ്മൾ വേറൊരു മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്കത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ച് സമയം ഉണങ്ങാൻ വെക്കണം. അപ്പോൾ നിങ്ങൾ രാവിലെ ചെയ്യുന്നതെങ്കിൽ വെയിലത്ത് വെച്ചിട്ട് പെട്ടെന്ന് ഒരു മണിക്കൂർ കൊണ്ടൊക്കെ ഉണങ്ങി കിട്ടും, അതുകൊണ്ട് പ്രശ്നമില്ല. അതിനുശേഷം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഷൂ പോളിഷാണ്, പഴയതാണ്. അപ്പോൾ ഇവിടെ വെറുതെ കിടന്നിരുന്നൊരു ഷൂ പോളിഷാണ്, ബ്രൗൺ കളറിൽ. എല്ലാവരുടെ വീട്ടിലും കാണും ഇതേപോലെ ആവശ്യമില്ലാണ്ട് അവിടെ ഇവിടെയൊക്കെ ഇട്ടിരിക്കുന്ന ഷൂ പോളിഷ്. അപ്പോൾ ബ്ലാക്ക് ആയാലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്, പെയിൻറ്റ് യൂസ് ചെയ്യാതെ. ഇത് പഴയതാണ്, ഇത് ഇച്ചിരി ഉപയോഗിച്ചിട്ട് അവിടെ തന്നെ കളഞ്ഞ് വെച്ചിരുന്ന ഒരു സാധനമാണ്. അപ്പം ഞാനിതിപ്പോൾ എടുത്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് പെയിൻറ്റിൻ്റെ ആവശ്യവും ഇല്ല. ഇതിനാണെങ്കിൽ നല്ലൊരു ടിൻറ്റ് വരും, നല്ലൊരു വിൻറ്റേജ് ലുക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് വെച്ചിട്ട് അങ്ങ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടത്തിന് ഒരു സിംഗിൾ കോട്ടോ അല്ലെങ്കിൽ ഡബിൾ കോട്ടോ ചെയ്യാം. ഞാനിവിടെ ഡബിൾ കോട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നല്ല കട്ടിയിലെടുത്തിട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം പിന്നീട് ഇതിന് ശേഷം ഒരു കോട്ടും കൂടെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കംപ്ലീറ്റ് ഞാൻ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ കരിഞ്ഞ ഭാഗങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ, നല്ല ഭംഗിയില്ലേ ആ ഭാഗങ്ങൾ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കരിഞ്ഞു പോയാൽ ഒന്നുകൊണ്ടും ടെൻഷൻ ആവണ്ട, കരിഞ്ഞതാണ് കൂടുതൽ നല്ല ഭംഗിയിൽ നിൽക്കുന്നത്. ഇനിയിപ്പം നിങ്ങളുടെ വീട്ടിൽ ഷൂ പോളിഷ് ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കോഫി പൗഡർ യൂസ് ചെയ്യാം. അത് ഇച്ചിരി ചൂടുവെള്ളത്തിൽ നല്ല തിക്കായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതേപോലെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അത് 1-2 കോട്ട് ചെയ്യുമ്പോൾ തന്നെ ഇതേപോലത്തെ ഒരു എഫക്റ്റ് തന്നെ അതിന് കിട്ടും. അതും ഇല്ല വെച്ചാൽ നിങ്ങൾക്ക് ബീട്രൂട്ട് ഉണ്ടെങ്കിൽ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് വെച്ചാൽ വേറൊരു കളറ് കിട്ടും, ഒരു ഗ്രേപ്പ് കളർ പോലെ. ബീട്രൂട്ടിൻ്റെ കളർ തന്നെ നമുക്ക് ഈ ഒരു
ഇതിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതും അല്ല വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾ പൊടി കലക്കിയാലും നിങ്ങൾക്ക് യെല്ലോ കളറിൽ കിട്ടുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ ഇത്രയും വെറൈറ്റീസിൽ നമുക്ക് ഇത് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം ഒരേപോലത്തെ ബോട്ടിൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ രണ്ടാമത്തെ കോട്ടും ഞങ്ങൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. അപ്പം 2 കോട്ട് അടിക്കണം നിർബന്ധമൊന്നുമില്ല, പക്ഷേ എനിക്ക് ആ ഒരു കളറാണ് കുറച്ചും കൂടി ഇഷ്ടമായത്, അതുകൊണ്ട് ഞാൻ 2 കോട്ട് അടിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. നമ്മളുടെ പെയിൻറ്റിങ്ങിന് ശേഷമുള്ള ലുക്കാണ് ഇത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ക്യാപ്പ് എനിക്ക് റിമൂവ് ചെയ്യുന്ന വലിയ ഇഷ്ടമല്ല. അതിൻ്റെ ക്യാപ്പല്ല, ആ ഒരു എന്താ പറയുക നെക്ക് പോർഷനിലുള്ള ഒരു സംഭവം. അപ്പം എനിക്കത് അഴിച്ചു കഴിഞ്ഞാൽ എന്തോ ഒരു മിസ്സിങ് ആയതുപോലെ തോന്നും. അതുകൊണ്ട് ഞാനതങ്ങനെ അഴിക്കാറില്ല. നിങ്ങൾക്കങ്ങനെ അഴിച്ചിട്ടാണ് ഇഷ്ടം വെച്ചാൽ നിങ്ങളത് അഴിച്ച് വെച്ചോളൂ, കുഴപ്പമില്ല. എനിക്കത് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുക, അതിനിപ്പോൾ പെയിൻറ്റ് ചെയ്യാൻ പോവാണ്. അപ്പം എൻ്റെ കയ്യിൽ ആകെ റെഡ് അക്രിലിക് പെയിൻറ്റേ ഉള്ളൂ. അപ്പം അതുകൊണ്ടാണ് ഞാൻ റെഡ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏതാണ്ട് ഇതിന് മാച്ച് ചെയ്യുന്ന പോലത്തെ ബ്രൗണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ ചെയ്യാം കേട്ടോ, അതായിരിക്കും കുറച്ചും കൂടി ഭംഗി. അല്ലെങ്കിൽ ബ്ലാക്കോ, ഇതിൻ്റെ മേലെ റൈറ്റിങ്സ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാനത് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അക്രിലിക് യൂസ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഞാനൊരു ത്രെഡ് എടുത്തു. അപ്പം തന്നെ ഞാനത് ഡ്രൈ ആവാൻ വെയിറ്റ് ചെയ്തിട്ടില്ല, ഞാൻ അപ്പം തന്നെ ഒരു ത്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബിക്കോസ് അത് കുറച്ചും കൂടി ഒരു വിൻറ്റേജ് എഫക്റ്റ് കിട്ടണമെങ്കിൽ നമുക്ക് ഈ ഒരു ത്രെഡും കൂടി വേണം. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ത്രെഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടിയ സാധനങ്ങളൊക്കെ തരുമ്പോൾ കെട്ടിവെക്കുന്ന ഒരു ത്രെഡില്ലേ, ആ ടൈപ്പ് ത്രെഡാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും വൂളൻ ത്രെഡോ അല്ലെങ്കിൽ സാധാരണ നൂലോ അങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കും. പിന്നെ ഒരു കാര്യം വെച്ചാൽ എനിക്കിപ്പോൾ പെയിൻറ്റ് ചെയ്ത പാടായതുകൊണ്ട് അധികം ഗം യൂസ് ചെയ്യേണ്ട വന്നിട്ടില്ല. ആ പെയിൻറ്റിൻ്റെ മുകളിൽ തന്നെ ഇതിങ്ങനെ ഒട്ടി പോകുന്നുണ്ടായിരുന്നു. സോ എപ്പോഴും ശ്രദ്ധിക്കുക, പെയിൻറ്റ് ചെയ്ത് അപ്പം തന്നെ ചെയ്യുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് ഒട്ടി കിട്ടും. അപ്പം നമ്മൾ അധികം ഈ ഗം എടുത്തു അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കാം. ഇനിയിപ്പോൾ അതാ എളുപ്പം വെച്ചാൽ നിങ്ങൾക്ക് ആ രീതിക്കും ചെയ്യാം. എനിക്കിതാണ് എളുപ്പമായിട്ട് തോന്നിയത്. കാരണം നമ്മൾ ഈ ത്രെഡ് അഡ്ജസ്റ്റ് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ ഗം അങ്ങ് ഇടാൻ വിട്ടു. അപ്പം അതുകൊണ്ടെല്ലാം കൂടിയിട്ട് എനിക്കിത് കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റി. ഇതായിരുന്നു നമ്മളെ ത്രെഡ് യൂസ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഉള്ള ലുക്ക്. അപ്പോൾ അതിന് ശേഷം ഞാനൊരു മണി പ്ലാന്റ് ആണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. എൻ്റെ ഫേവറേറ്റ് ആണ് മണി പ്ലാന്റ്, അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം മണി പ്ലാന്റ് ആണ് ഇവിടെ ഗ്രോ ചെയ്യുന്നത്. ഒരുവിധം എല്ലാത്തിലും മണി പ്ലാന്റ് തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പം എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. താഴത്തെ റെഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.